ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപസമ്പച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഓം ശങ്കരസ്തോത്ര തരംഗിണീ പരമ്പര 189 ദിവസം. ഏവർക്കും സുസ്വാഗതം. ദക്ഷിണാമൂർത്തി അഷ്ടകം 14 ദിവസത്തേക്ക് സ്വാഗതം. നാരായണ. ദക്ഷിണാമൂർത്തി സ്തോത്രം ഒന്ന് ചൊല്ലാം, എന്നിട്ട് നമുക്ക് വരാം. ഓം മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ഠാൻ ദേവസത് ഋഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദരൂപം
സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ വടവിടഭി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകലമുനിജനാനാം ജ്ഞാനദാതാരമാരാത് ത്രിഭുവനഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനനമരണദുഃഖച്ഛേദദക്ഷം നമാമി. ചിത്രം വടധരോർമൂലേ വൃദ്ധാ ശിഷ്യാ ഗുരുർയുവാ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാഃ. നിധയേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. അംഗുഷ്ടതർജനീ യോഗമുദ്രാ വ്യാജേന ദേഹിനാം ശ്രുത്യർത്ഥം ബ്രഹ്മജീവൈക്യം ദർശയന്നോവദാത് ശിവഃ. ഓം വിശ്വം ദർപ്പണദൃശ്യമാനനഗരീതുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യസ്സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ബീജസ്യാന്തരിവങ്കുരോ ജഗദിദം പ്രാങ്നിർവികൽപം പുനഃ മായാകൽപിതദേശകാലകലനാ വൈചിത്ര്യചിത്രീകൃതം മായാവീവ വിജൃംഭയത്യഭി മഹായോഗീവ യസ്വേച്ഛയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. യസ്യൈവ സ്ഫുരണം സദാത്മകം അസത്കൽപാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ യസ്സാക്ഷാത് കരണാത് ഭവേന്ന പുനരാവൃത്തിർ ഭവാംബോ നിധൗ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. നാനാഛിദ്രഗഡോദരസ്ഥിതമഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യ തു ചക്ഷുരാദികരണദ്വാരാ ബഹിസ്പന്ദതേ ജാനാമീതി തമേവ ബാന്ധം അനുഭാത്യേതത്സമസ്തം ജഗത് തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ദേഹം പ്രാണമപീന്ദ്രിയാണ്യപി ചലാം ബുദ്ധിം ച ശൂന്യം വിദുഃ സ്ത്രീബാലാന്തജഡോപമാസ്ത്വഹമിതി ഭ്രാന്താഭൃശം വാദിനഃ മായാശക്തിവിലാസകൽപ്പിതമഘാവ്യാമോഹസംഹാരിണേ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ.
രാഹുഗ്രസ്തദിവാകരേന്ദു സദൃശോ മായാസമാച്ഛാദനാത് സന്മാത്രകരണോപസംഹരണതോ യോ ഭൂത് സുഷുപ്തഃ പുമാൻ പ്രാഗസ്വാപ്സമിതി പ്രബോധസമയേ യഃ പ്രത്യഭിജ്ഞായതേ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ബാല്യാദിഷ്വഭിജാഗ്രദാദിഷു തഥാ സർവാസ്വവസ്ഥാസ്വപി വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്തഃസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധതഃ ശിഷ്യാചാര്യതയാ തദൈവ പിതൃപുത്രാദ്യാത്മനാ ഭേദതഃ. സ്വപ്നേ ജാഗ്രതി വായ യേഷ പുരുഷോ മായാപരിഭ്രാമിതഃ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ഭൂരംബാംസ്യനലോ നിലോംബരമഹർനാദോ ഹിമാംസുഃ പുമാൻ ഇത്യാഭാതി ചരാചരാത്മകമിദം യസ്യൈവ മൂർത്യഷ്ടകം നാന്യത് കിഞ്ചന വിദ്യതേ വിമൃശതാം യസ്മാത് പരസ്മാത് വിഭോഃ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. സർവാത്മത്വമിതി സ്ഫുടീകൃതമിദം യസ്മാദമുഷ്മിൻ സ്തവേ തേനാസ്യ ശ്രവണാത് തദർത്ഥമനനാത് ധ്യാനാത് ച സങ്കീർത്തനാത്. സർവാത്മത്വമിഹു മഹാവിഭൂതി സഹിതം സ്യാത് ഈശ്വരത്വം സ്വതഃ സിദ്ധ്യേത് തത്പുനരഷ്ടദാ പരിണതം ച ഐശ്വര്യമവ്യാഹതം. സർവാത്മത്വമഹാവിഭൂതി സഹിതം സ്യാദീശ്വരത്വം സ്വതഃ സിദ്ധ്യേത് തത്പുനരഷ്ടദാ പരിണതം ച ഐശ്വര്യമവ്യാഹതം. ഇതി ആദിശങ്കരഭഗവത്പാദകൃതം ശ്രീദക്ഷിണാമൂർത്തിസ്തോത്രം സമ്പൂർണം. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും വീണ്ടും സുപ്രഭാതം, ശുഭദിനം. ഇന്ന് ഗുരുവാറാണ്, വ്യാഴാഴ്ച. ഗുരുക്കന്മാരുടെ മുഴുവൻ അനുഗ്രഹം ഉണ്ടാവട്ടെ, സാക്ഷാൽ ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹത്തിലൂടെ. ഹരി ഓം. നമ്മൾ 2 ശ്ലോകങ്ങൾ സാമാന്യം കണ്ടു. ഏകവും അദ്വിതീയവുമായിട്ടുള്ള ആ ഒരൊറ്റ വസ്തു തന്നെ സ്വയം തന്നിൽ നിന്ന് പലത് ഉണ്ടാക്കുന്നതാണ് ഈ കാണപ്പെടുന്നതായിട്ടുള്ള നാനാത്വം മുഴുവൻ. ആ നാനാത്വത്തിൻ്റെ ആധാരമായ ആ ഏകവസ്തുവിനെ ആരാണോ ഉണർന്നിരിക്കുന്നത് അവൻ ദക്ഷിണാമൂർത്തി തന്നെയാണ്. ആ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. അത് നമ്മൾ ഉണർന്നാൽ നമ്മളും സ്വയം ദക്ഷിണാമൂർത്തിയായി. നമുക്കും ഉണരേണ്ടതാണ്, ഉണരാവുന്നതാണ്, ഉണരാൻ സാധിക്കും. അതിനുള്ള പ്രയത്നമാണ് നമ്മൾ ചെയ്യേണ്ടതും. ആ വസ്തുവിനെ തന്നെയാണ്
ദർശിക്കേണ്ടത്, അതിനെ ദർശിക്കാതെ ഇവിടുന്ന് പോയാൽ വലിയ നഷ്ടമാകും എന്നൊക്കെ നമ്മുടെ ഉപനിഷത്തുക്കൾ, വേദങ്ങൾ നമ്മളോട് ഘോഷിക്കുന്നു. ആത്മാവാ അരേ ദ്രഷ്ടവ്യ ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ. അരേ അല്ലയോ ആത്മാവാ ദ്രഷ്ടവ്യ, കാണേണ്ടത് ആത്മാവിനെയാണ്. ആത്മാവൈ എന്നുള്ളത് ആ വൈ ആണ് വാ എന്നായി മാറുന്നത്. അപ്പം ആത്മാവൈ, വൈ എന്നുള്ളത് നിശ്ചയത്തെ സൂചിപ്പിക്കുന്നു. യു മസ്റ്റ് സീ ദ സെൽഫ്. നിങ്ങളുടെ സെൽഫിനെ, നിങ്ങളുടെ സ്വരൂപത്തെ മസ്റ്റ് സീ. ദ്രഷ്ടവ്യ കർത്തവ്യതയാ ദർശനം കുര്യാത്. കർത്തവ്യതയ, അതാണ് ദ്രഷ്ടവ്യ. ആ തവ്യപ്രത്യയം എന്ന് പറയുന്നത് മസ്റ്റ് എന്ന് സൂചിപ്പിക്കാനാണ്. കർത്തവ്യം എന്നുള്ളതിൽ തവ്യം പോലെ ദ്രഷ്ടവ്യം, ശ്രോതവ്യം, മന്തവ്യം, നിധിധ്യാസിതവ്യം. അവിടെയൊക്കെ തവ്യപ്രത്യയങ്ങൾ മസ്റ്റ് എന്ന് പറയണം. എന്തിന് മസ്റ്റ്? എന്തുകൊണ്ട് മസ്റ്റ്? ഈ മനുഷ്യജന്മം അതിൻ്റെ പൂർണ്ണതയിലെത്താൻ, ഇത്രയും നല്ലൊരു ജന്മം കിട്ടിയിട്ട് അത് പാഴായി പോവാതിരിക്കാൻ. അപ്പം മാത്രമേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമാകുന്നുള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ പ്രശ്നപരിഹാരത്തിലാണല്ലോ എല്ലാവരും. രാവിലെ എഴുന്നേറ്റാൽ തുടങ്ങുന്നത് പ്രശ്നപരിഹാരങ്ങളാണ്. എന്തൊക്കെയാ പ്രശ്നങ്ങൾ? അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ പല പ്രശ്നങ്ങളും, പിന്നെ പ്രകൃതിയിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളും. ഇതിനെ പരിഹരിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് നമ്മുടെ പണി, അല്ലേ? അപ്പോൾ വിശപ്പ് ഒരു പ്രശ്നമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് വിശപ്പ് മാറ്റണം. ഒരു പരിഹാരമാണ് വിശപ്പ് എന്നുള്ളതായിട്ടുള്ള ഒരു പ്രശ്നത്തിന്. ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളൊരു പരിഹാരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രയത്നം രാവിലെ എഴുന്നേറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പലരും പാതിയാക്കി വെച്ചിട്ട് വന്നിട്ടുണ്ടാവും. ക്ലാസ് കഴിഞ്ഞിട്ട് വേണം പോകാമെന്ന് വെച്ചിട്ടുണ്ടാവും. ചിലർ ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നല്ല സൗകര്യമാണല്ലോ ഇപ്പോൾ അതെല്ലാം, അല്ലേ? ഇപ്പം ഞാൻ കാണുന്നുണ്ടോ നിങ്ങളിപ്പോൾ എന്താ ചെയ്യണതെന്ന്? ചിലർ മൊബൈലിനെ ഓൺ ചെയ്ത് വെച്ച് വേണമെങ്കിൽ അതിലിപ്പോൾ പുതിയ ഫെസിലിറ്റീസുകളൊക്കെ ഉണ്ട്. മറ്റേ എന്താണ്, സൗണ്ട് കൂട്ടി വെക്കാനുള്ള അഡീഷണൽ ബ്ലൂടൂത്തിലെ ബോക്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ മുഴങ്ങി കേൾക്കാം. അപ്പോൾ ഏത് പണിയെടുക്കുമ്പോഴും, അല്ലേ, അടുക്കളയിൽ എന്ത് പണിയെടുക്കുമ്പോഴും ഇതും കേട്ടോണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ചിലരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. നമ്മൾ ഫുൾ ടൈം ഇത് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, എവിടെയാണെങ്കിലും അത് കേൾക്കാൻ പറ്റും എന്ന്. അപ്പോൾ ഏത് പണി നടക്കും, ഇത് കേൾക്കുകയും ചെയ്യാം. പക്ഷെ പണിയെടുത്തോണ്ട് കൊണ്ട് കേട്ടാൽ അത് കേൾക്കൽ മുഴുവനാവുമോയെന്നറിയില്ല. ഇത് വേദാന്തമൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് പ്രശ്നപരിഹാരം. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള പ്രശ്നവും അതിനുള്ള പരിഹാരം ലഞ്ച്, വൈകുന്നേരത്തെ പ്രശ്നത്തിന് ഡിന്നർ, അല്ലേ? ദാഹങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നപരിഹാരം, ചൂടും തണുപ്പും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ ദാരിദ്ര്യ പ്രശ്നം, പിന്നെ മക്കളുണ്ടായ പ്രശ്നം, ഇല്ലാത്ത പ്രശ്നം, ഉണ്ടായവർക്ക് വേറെ അവർക്ക് വേണ്ടതായിട്ടുള്ള വിദ്യാഭ്യാസ പ്രശ്നം, ജോലി പ്രശ്നം, വിവാഹ പ്രശ്നം, പേരക്കുട്ടികൾ ഉണ്ടാവാത്ത പ്രശ്നം. ഇങ്ങനെ നിത്യവും പ്രശ്നപരിഹാരത്തിലാണ് നമ്മൾ. അതുതന്നെയാണ് നമ്മുടെ ഭാഗവതത്തിൽ വിതുരൻ പറഞ്ഞതും. എല്ലാവരും പ്രശ്നം പരിഹരിച്ച് സ്വസ്ഥരാവാനാണ് ശ്രമിക്കുന്നത്, അല്ലേ? സുഖായ കർമാണി കരോതി ലോകഃ ന തൈ സുഖം വാന്യതുപാരമം വാ. നിങ്ങളെയും കോവിഡ് ബാധിച്ചോ? എന്താ വിഡ്ഢിത്തരം എഴുതിയിരിക്കണം? നമസ്കാരം സ്വാമിജി, കോവിഡിൻ്റെ വ്യാപനം ഞങ്ങളെയും ബാധിച്ചു എന്ന്. നിങ്ങൾക്കുണ്ടോ കോവിഡ്? വീട്ടുകാർക്കൊക്കെ കോവിഡ് വന്നോ? ആരാ നിങ്ങളോട് പുറത്തിറങ്ങാനും കോവിഡ് പിടിക്കാനും പറഞ്ഞത്? ഉണ്ടാതെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാനല്ലേ പറഞ്ഞ വയസ്സായവരോടൊക്കെ?
അതോ തെറ്റി എഴുതിയതാണോ? ഈ സെൻറ്റൻസ് വായിച്ചാൽ നിങ്ങളെയും കോവിഡ് ബാധിച്ചു എന്നാണ്. പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ ശരിയാ. സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നങ്ങളോ ഒക്കെ കോവിഡിൻ്റെ രൂപത്തിലും ബാധിക്കും, തീർച്ചയാണ്. അല്ലേ? അല്ല, നിങ്ങളെ കോവിഡ് എന്ന രോഗം ഡയറക്റ്റായിട്ട് ബാധിച്ചോ എന്ന് വിചാരിച്ചു ഞാൻ. ഇരിക്കട്ടെ. അപ്പോൾ സുഖായ കർമാണി കരോതി ലോകഃ, ലോകത്തിലുള്ളതായിട്ടുള്ള എല്ലാവരും സുഖത്തിനായിക്കൊണ്ട് കർമ്മങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നതൈ സുഖം വാ അന്യതുപാരമം വാ, അവർ ചെയ്യുന്ന ആ കർമ്മങ്ങളെ കൊണ്ട് തൈഹി കർമ്മഭിഹി ന സുഖം വാ, സുഖം കിട്ടുന്നതും കാണുന്നില്ല ഈ ലോകത്തിലാർക്കും. അന്യതുപാരമം വാ, സുഖത്തിൻ്റെ അന്യതായിരിക്കുന്ന ദുഃഖം ഉപരമിക്കുന്നതും കാണുന്നില്ല. ദുഃഖത്തിൽ നിന്ന് നിവൃത്തിയും കാണുന്നില്ല ആർക്കും. എല്ലാവരും പഴയതിലും വെച്ച് കൂടുതൽ കൂടുതൽ ദുഃഖിതരായിട്ടാണല്ലോ കാണപ്പെടുന്നത്. വിന്ദേത ഭൂയത്ത തയേവ ദുഃഖം, വിന്ദേത പിന്നെയും പ്രാപിക്കുന്നു. എന്തിനെ? തതയേവ ഈ ചെയ്ത കർമ്മം കൊണ്ട് തന്നെ. തസ്മാത് കർമ്മണാത്, തസ്മാത് കർമ്മണഃ ആ കർമ്മത്തിൽ നിന്ന് തന്നെ. ഭൂയഃ ദുഃഖം വിന്ദേത വർദ്ധിച്ച ദുഃഖത്തെ തന്നെ പ്രാപിക്കുന്നു, വീണ്ടും വീണ്ടും ദുഃഖത്തെ തന്നെ പ്രാപിക്കുന്നു. യദത്ര യുക്തം, ഇവിടെ എന്താണ് യുക്തമായത്? എന്തു ചെയ്താലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ശാശ്വതമായ പരിഹാരമായി തീരുക? യദത്ര യുക്തം ഭഗവൻ വദേന്നഃ, അല്ലയോ സർവജ്ഞനായ മൈത്രേയ മഹർഷേ, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ഈ പ്രശ്നങ്ങളുടെ പരമ്പരകളിൽ നിന്ന് എങ്ങനെ കരകയറാൻ പറ്റും എന്ന്. അപ്പോഴാണ് മകനും മരുമകൾക്കും കോവിഡ് ബാധിച്ചോ? ചന്ദ്രികാമ്മ സൂക്ഷിച്ചിരിക്കാൻ പറയുക, വേണ്ടതൊക്കെ ചെയ്യാൻ പറയുക, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. ഒന്നും ഉണ്ടാവില്ല. നാരായണ. അപ്പോൾ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് ശാശ്വതമായിട്ട് പരിഹരിക്കുക? പ്രശ്നങ്ങൾ മേൽക്കുമേലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് സ്വൈരമുണ്ടോ, സ്വസ്ഥതയുണ്ടോ? നമ്മൾ മരിക്കുന്നത് വരെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമോ? അപ്പോഴല്ലേ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരിക, അല്ലേ? നമ്മുടെ മരണം അടുക്കും തോറും ശാരീരികമായിട്ടുള്ള ആരോഗ്യം കുറഞ്ഞു വരുന്നു, പല അസുഖങ്ങൾ ബാധിക്കുന്നു, സ്വയം ഒരു കാര്യത്തിനും ശക്തി ഇല്ലാതെയാവുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങളാണ്. അങ്ങനെ തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും പുറകെ വരും. അപ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയേ ഉള്ളൂ, പ്രശ്നങ്ങൾ കുറയാൻ പോകുന്നില്ല. എങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്തുകൊണ്ടിരുന്നാൽ. നാരായണ. അപ്പോൾ പിന്നെ എന്താ ഇതിനൊരു പോംവഴി? അതിനാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുക്കൾ പറയുന്നത്, ആ പ്രശ്നങ്ങളുടെ മൂലത്തിലേക്ക് അന്വേഷിക്കാൻ. ഈ പ്രശ്നം ആർക്ക്? എന്താണ് ഈ പ്രശ്നത്തിൻ്റെ സ്വരൂപം? എവിടുന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? ഇങ്ങനെ അതിൻ്റെ മൂലത്തെ, അതിൻ്റെ കാരണത്തെ അന്വേഷിച്ചാൽ, ഏതുപോലെ നമ്മൾ ഉറങ്ങാൻ കിടന്നപ്പോൾ സ്വപ്നത്തിൽ ഭയങ്കരമായിട്ടുള്ള രംഗങ്ങളൊക്കെ കണ്ട് പേടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, അവിടെ മുറിവേറ്റുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ പീഡിതരായിക്കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാവേണ്ടത്? അവിടെ തന്നെ പരിഹരിച്ചാൽ പ്രശ്നം തീരുമോ? അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ഉണരുകയാണ്, അല്ലേ? ആ സ്വപ്നത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളിൽ നിന്നുള്ള ശാശ്വത പരിഹാരത്തിന്
ആ സ്വപ്നത്തിന് കാരണമായ അവസ്ഥയിൽ നിന്ന്, ആ സ്വപ്നാവസ്ഥയിൽ നിന്ന് ഉണരുക ജാഗ്രത്തിലേക്ക്. ജാഗ്രത്തിലേക്ക് ഉണരുന്നതോടുകൂടി സ്വപ്നത്തിലെ എല്ലാ ഭയങ്കര രംഗങ്ങളും, എല്ലാ ഭയപ്പാടുകളും, എല്ലാ പീഡകളും എന്നേക്കുമായി ഒഴിയുന്നു. അപ്പോൾ വാസ്തവത്തിൽ പ്രശ്നമുണ്ടായിരുന്നു. സ്വപ്നത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ സുഖമായി ഉറങ്ങുകയായിരുന്നു. ആ ഉറക്കത്തിൽ ഇടയ്ക്ക് എവിടെയോ ഉറക്കം, സുഷുപ്തി നഷ്ടപ്പെട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്തൊക്കെയോ സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. നിങ്ങൾ കണ്ടതായിട്ടുള്ള, ഭയപ്പെടുന്നതായിട്ടുള്ള രംഗങ്ങളെല്ലാം അല്ലേ, ആ ഉപബോധ മനസ്സിനെ നിങ്ങൾ ഉണർത്തി ബോധ മനസ്സാക്കിയതോടുകൂടി, സത്യം അറിഞ്ഞതോടുകൂടി ആ സ്വപ്നത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇനി അത് സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. സ്വപ്നത്തിൽ നിങ്ങൾ കടം മേടിച്ചത് നിങ്ങളെ സ്വപ്നത്തിൽ വേട്ടയാടിയിരുന്നെങ്കിൽ നിങ്ങൾ ജാഗ്രത്തിൽ ആ കടം വീട്ടേണ്ട ആവശ്യമുണ്ടോ? സ്വപ്നത്തിൽ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചതിന് നിങ്ങൾ ജാഗ്രത്തിൽ ചെന്ന് പ്രതികാരം ചെയ്യേണ്ടതുണ്ടോ? സ്വപ്നത്തിൽ വിശന്നതിന് ജാഗ്രത്തിൽ ഭക്ഷണം കഴിക്കേണ്ടതുണ്ടോ? ഇങ്ങനെ ആ സ്വപ്നത്തിൽ നിന്ന് ഉപബോധ മനസ്സിനെ ബോധ മനസ്സിലേക്ക് ഉണർത്തിയതോടുകൂടി, ജാഗ്രത്തിലേക്ക് ഉണർന്നതോടുകൂടി, എങ്ങനെയാണോ ആ ഉപബോധ മനസ്സിനാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള സർവ്വ പ്രശ്നങ്ങളും അസ്തമിച്ചത്. പ്രശ്നം ആർക്ക്? പ്രശ്നം എവിടുന്ന്? എല്ലാറ്റിനും ഉത്തരമായി. എൻ്റെ അജ്ഞാനത്തിൽ നിന്നാണ് പ്രശ്നമുണ്ടായത്. എൻ്റെ ബോധരാഹിത്യത്തിൽ നിന്നാണ് പ്രശ്നം ഉണ്ടായത് എന്ന് തിരിച്ചറിഞ്ഞ് എങ്ങനെയാണോ നമ്മൾ പ്രശ്നരഹിതരായിത്തീരുന്നത്, അതുപോലെ പ്രബോധ സമയേ യസ് സാക്ഷാത് കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവ അദ്വയം. അപ്പൊ ഈ നീണ്ട സ്വപ്നത്തിൽ നിന്ന്, ഈ ജാഗ്രത് എന്നതും ഒരു സ്വപ്നമാണ്. വാസ്തവത്തിൽ നമ്മൾ വിചാരം ചെയ്യാത്തത് കൊണ്ട് ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യമാണ് ഈ പ്രശ്നങ്ങളൊക്കെ. നിജാന്തർഗതം പ്രശ്നം, ആ പ്രശ്നങ്ങളുടെ പരമകാരണത്തെ നമ്മൾ അന്വേഷിച്ചു വരുമ്പോൾ ഏകവും അദ്വിതീയവുമായിട്ടുള്ള ഒരു വസ്തുവിനെ പലതായി സങ്കല്പിച്ച് ഭേദകൽപ്പനകൾ കൊണ്ട് ഉണ്ടായതാണ് ഈ ഭ്രമമെല്ലാം. അതിൽ നിന്നാണ് രാഗം, ദ്വേഷം ഇതെല്ലാം വർദ്ധിച്ചു വന്ന് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതം മാറ്റിമറിച്ച് ദുഃഖപൂർണമാക്കി മാറ്റിയത്. അപ്പോൾ ആ രാഗദ്വേഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി വേണമെങ്കിൽ എല്ലാം ഒന്നാണെന്നുള്ളതായിട്ടുള്ള ഏകവും അദ്വിതീയവുമായിട്ടുള്ള സ്വാത്മാനമേവ അദ്വയം എന്നറിയണം. അങ്ങനെ ഏകത്വത്തെ സാക്ഷാത്കരിച്ച ഒരാൾക്ക് ശോകമോഹങ്ങൾ എവിടെ എന്ന് ഉപനിഷത്ത് ചോദിച്ചു. തസ്യ കോ മോഹഃ കശോകഃ ഏകത്വമനുപശ്യതഃ. ഏകത്വത്തെ എല്ലായിടത്തും ദർശിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മഹാന്, ഒരു ജ്ഞാനിക്ക് തസ്യ കോ മോഹഃ കശോകഃ, അവന് ശോകമോഹങ്ങൾ എവിടുന്ന്? അവന് ശാരീരികമായിട്ടുള്ള പീഡകൾ ഉണ്ടാകുമ്പോഴും അവനത് പ്രകൃതിയുടെ നിയമമായി കാണുന്നു. മറ്റൊരാൾക്ക് ശാരീരിക പീഡ ഉണ്ടാകുമ്പോൾ നമുക്ക് വേദനിക്കുമോ? നമ്മൾക്ക് വേദനിക്കാറില്ലല്ലോ. അയാളുടെ വേദന അയാൾ തന്നെ അനുഭവിക്കണ്ടേ? അതുപോലെ ഈ ശരീരത്തിൻ്റെ വേദന ശരീരത്തിനിരിക്കട്ടെ, അത് എൻ്റെ വേദനയല്ല എന്ന് ഒരു ജ്ഞാനി ആ ശരീരത്തിൽ നിന്ന് തന്നെ വേർപെടുത്തുന്നു. ശരീരത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു അയാൾ. കൊട്ടത്തേങ്ങയ്ക്കകത്തിരിക്കുന്നതായിട്ടുള്ള ആ കാമ്പ് പോലെ, നാളികേരത്തിൻ്റെ ചിരട്ടയിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന കൊട്ടത്തേങ്ങയെപ്പോലെ അല്ലെ, തേങ്ങയ്ക്കകത്തുള്ളതായിട്ടുള്ള കാമ്പ് നമ്മൾ കുലുക്കിയാൽ കുലുങ്ങും, ഉള്ളിൽ സാധനമുണ്ട്, പക്ഷേ ചിരട്ടയിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. അതുപോലെയാണ് ജ്ഞാനികൾ ഈ ദേഹത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നത്. എനിക്കൊരു ദേഹമുണ്ട്, ഞാൻ ദേഹമല്ല. ഞാൻ ദേഹമല്ല, എനിക്കൊരു ദേഹമുണ്ട്. എനിക്കൊരു കുപ്പായമുണ്ട്, ഞാൻ കുപ്പായമല്ല.
എൻ്റേതൊന്നും ഞാനല്ല, എൻ്റെ കാറ് ഞാനല്ല, എൻ്റെ വീട് ഞാനല്ല, എൻ്റെ വസ്ത്രം ഞാനല്ല, എൻ്റെ എന്ന് പറയുന്നതൊന്നും ഞാനല്ല. അപ്പം നമ്മൾ പറയുന്നത് എൻ്റെ ശരീരം, എൻ്റെ കയ്യ്, എൻ്റെ കാല്, അല്ലേ? എൻ്റെ എന്നാ പറയുന്നത്. എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി. അപ്പം ഞാൻ മനസ്സ്, ഞാൻ ബുദ്ധി, ഞാൻ ശരീരം, ഞാൻ കയ്യ്, ഞാൻ കാല് എന്ന് നമ്മൾ പറയാറില്ല. നമുക്ക് ആ വിഷയത്തിൽ വിവരമുണ്ട്. അപ്പോൾ പിന്നെന്തിനാ അതിനെ പിന്നെ തെറ്റിദ്ധരിച്ചെടുക്കുന്നത്? വ്യവഹാരത്തിൽ നമ്മൾ എൻ്റെന്ന് തന്നെ പറഞ്ഞിട്ട് പിന്നെ ഞാനായി മാറുന്നത് എന്തിനാ? അപ്പോൾ ഞാൻ ദേഹമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയല്ല. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർ ന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ സ്വരൂപം, എൻ്റെ സ്വരൂപം ചിദാനന്ദരൂപ ശിവനാണ് ഞാൻ, ചൈതന്യ ആനന്ദ സ്വരൂപനാണ് ഞാൻ, ശിവസ്വരൂപനാണ് ഞാൻ, ബ്രഹ്മസ്വരൂപനാണ് ഞാൻ, ആത്മസ്വരൂപനാണ് ഞാൻ എന്ന് നിരന്തരം ഉണർന്നിരിക്കുന്ന, ബോധിച്ചിരിക്കുന്ന, സാക്ഷാത്കരിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് തൻ്റെ ശാരീരികമോ അല്ലെങ്കിൽ തൻ്റെ ഭൗതികമോ ബാഹ്യമോ ആയിരിക്കുന്ന പ്രശ്നങ്ങളെയൊന്നും ആഴത്തിൽ സ്പർശിക്കുന്നില്ല, അവരെ ബാധിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ അതുപോലെ നമുക്കും നമ്മൾ ഉണ്ടാക്കിയ, നമ്മുടെ അജ്ഞാനം കൊണ്ടുണ്ടായ ഈ പ്രശ്നങ്ങളൊക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിന് ഈ തത്വം പ്രബോധനം ചെയ്യണം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. ഈ അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണർന്ന് ആത്മബോധത്തിലേക്ക്, ജാഗ്രത്തിലേക്ക് വരിക. അതിനുവേണ്ടി വരാൻ പ്രാപ്യ നിബോധത, ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരെ പ്രാപിച്ച് സ്വയം ഉണർത്തുക, തന്നെത്താൻ ഉണർത്തുക, തന്നെത്താൻ ഉണരാൻ പ്രേരിപ്പിക്കുക. ഇങ്ങനെ കിടന്നാൽ പോരാ. അനാദിയായ മായ കൊണ്ട് സുപ്തരാണ് നമ്മൾ. മായയിൽ മുങ്ങിക്കിടക്കുകയാണ്, മായയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ആ മായയിൽ നിന്ന് നമ്മൾ ഉണരണം. അങ്ങനെ ആരുണർന്നിരിക്കുന്നുവോ അവരൊക്കെ ദക്ഷിണാമൂർത്തികളാണ്, അവരൊക്കെ ആത്മസ്വരൂപികളാണ്, ഈശ്വരസ്വരൂപികളാണ്, അവരൊക്കെ ദക്ഷിണാമൂർത്തികളാണ്. അത് നമ്മൾ സ്വയം ആ അവസ്ഥയിലേക്ക് ഉണർന്നാൽ നമ്മളും ദക്ഷിണാമൂർത്തി തന്നെ. അപ്പം നമ്മൾ ആരെയാ നമസ്കരിക്കുന്നത്? അപ്പോ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ. എന്നിൽ തന്നെ ഞാൻ തന്നെ ആയിരിക്കുന്ന ആത്മസ്വരൂപമായിരിക്കുന്ന ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. എന്നെ ഞാൻ തന്നെ നമസ്കരിക്കുന്ന ആ ഒരു ശ്ലോകമായി മാറും. ഇപ്പം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് ആ ഈശ്വരനായ ദക്ഷിണാമൂർത്തിയെ രണ്ടാമത്തെ ശ്ലോകത്തിൽ നമസ്കരിച്ചു. പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്ന ദക്ഷിണാമൂർത്തിയെ ആരിൽ നിന്നാണോ നിർവികൽപ്പമായിരുന്ന ഈ വിശ്വം, ഈ ജഗത്ത് ഒരു മായാവി എങ്ങനെ വിജൃംഭിക്കുന്നുവോ, മഹായോഗി എങ്ങനെ സ്വേച്ഛ കൊണ്ട് നിർമ്മിക്കുന്നുവോ, അതുപോലെ വൈചിത്ര്യങ്ങളെ ചിത്രീകരിച്ച ആ പരമകാരണമായിരിക്കുന്ന ആ ഈശ്വരസ്വരൂപനായ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ആദ്യത്തെ ശ്ലോകം ആത്മസ്വരൂപനായ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം, രണ്ടാമത്തെ ശ്ലോകം ഈശ്വരസ്വരൂപനായ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. ഇത് നമുക്ക് ഉണർത്തിത്തരേണ്ടത് ആ ഈശ്വരസ്വരൂപനായിട്ടുള്ള ദക്ഷിണാമൂർത്തി തന്നെയാണ്. ആ ഈ ദക്ഷിണാമൂർത്തിയുടെ കാരുണ്യം കൊണ്ടേ നമുക്കിത് ഉണരുകയുള്ളൂ. അത് ഉണർന്നു കഴിഞ്ഞാൽ നമ്മളും സ്വയം ദക്ഷിണാമൂർത്തിയാണെന്ന് ഉണരും. പിന്നെ മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കും. യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ യത് സാക്ഷാത്കരണാത് ഭവേന്ന പുനരാവൃത്തിർ
ഭവാംബോ നിധൗ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. യസ്യൈവ സ്ഫുരണം സദാത്മകം അസത്കൽപ്പാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ. യത് സാക്ഷാത് കരണാത് ഭവേന്ന പുനരാവൃത്തിർ ഭവാംബോ നിധൗ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. എന്തൊക്കെയാണ് പദങ്ങൾ എന്ന് ആദ്യം നോക്കാം. യസ്യൈവ സ്ഫുരണം സദാത്മകം അസത്കൽപ്പാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസി ഇതി വേദവചസാ യോ ബോധയതി ആശ്രിതാൻ. യോ ബോധയത്യാശ്രിതാൻ. യത് സാക്ഷാത്കരണാത് ഭവേത് ന പുനരാവൃത്തിഃ ഭവാംബോ നിധൗ. യത് സാക്ഷാത്കരണാത് ഭവേത് ന പുനരാവൃത്തിഃ ഭവാംബോ നിധൗ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. പദങ്ങളെ അന്വയിച്ചർത്ഥം നോക്കാം നമുക്ക്. യസ്യയേവ സ്ഫുരണം, ആരുടെ തന്നെ സ്ഫുരണമോ, വേറെ ആരുടെയും സ്ഫുരണമല്ല. ആരുടെ മാത്രം സ്ഫുരണം, ആരുടെ തന്നെ പ്രകാശം. യസ്യ സ്ഫുരണമേവ എന്നും അതിനെ അന്വയിക്കാം. ആരുടെ സ്ഫുരണം തന്നെയാണോ, ആരുടെ പ്രകാശം തന്നെയാണോ, ആരുടെ അഭിവ്യക്തി തന്നെയാണോ, ആരുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണോ, ആരുടെ എക്സ്പ്രഷൻ തന്നെയാണോ. സദാത്മകം, അത് സദാത്മകമാണ്, അത് സത്സ്വരൂപമാണ്. അല്ലേ? ആദിയിലുണ്ടായിരുന്ന ആ സദ്വസ്തു, ആ സദ്വസ്തുവിൻ്റെ തന്നെ സ്ഫുരണമാണ്. പിന്നെ കാണുന്നതായിട്ടുള്ള അസത് കൽപ്പാർത്ഥകം, അസത് സമാനമായ ഈ അർത്ഥങ്ങളായി കാണപ്പെടുന്നതെല്ലാം, അസത് സമാനങ്ങളായി കാണപ്പെടുന്നതായിട്ടുള്ള അർത്ഥങ്ങളെല്ലാം, പദാർത്ഥങ്ങളെല്ലാം അർത്ഥകം. അസത്കൽപ്പങ്ങളായ അർത്ഥങ്ങളെ കരോതി ഇതി അസത്കൽപ്പാർത്ഥകം. അസത് സമാനങ്ങളായ പദാർത്ഥങ്ങളെ നിർമ്മിക്കുന്നത് ആരുടെ തന്നെ പ്രകാശമാണോ, ആരുടെ തന്നെ സ്ഫുരണമാണോ, ആരുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണോ ഈ അസത് കൽപ്പങ്ങളായ അസത് സമാനങ്ങളായ പദാർത്ഥങ്ങളായി ഭവിക്കുന്നത്. അപ്പൊ എന്താണ് സത്ത് അസത്തൊക്കെ നമുക്കറിയാം. അപ്പൊ യസ്യൈവ സ്ഫുരണം സദാത്മകം അസത് കൽപ്പാർത്ഥകം ഭാസത്തെ. ഭാസത്തെ നമുക്ക് പ്രതിഭാസിക്കുന്നു, നമുക്ക് കാണപ്പെടുന്നു, അനുഭവപ്പെടുന്നു. നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുകയും അറിയുകയും ചെയ്യുന്നു. മനസ്സുകൊണ്ടും അത് സത്യമെന്ന് ഭാസിക്കുന്നു. അപ്പൊ ഈ അസത്കൽപ്പങ്ങളായ പദാർത്ഥങ്ങളൊക്കെ ഏതൊരു സത്യത്തിൻ്റെ ഭാനമാണോ, ഏതൊരു സത്യത്തിൻ്റെ സ്ഫുരണമാണോ, ആ സത്യം തന്നെയാണ് ഇവിടെ ദക്ഷിണാമൂർത്തി. തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയെ എന്നുള്ളത് അവിടേക്ക് കണക്ട് ചെയ്യാം. ആ ഏതൊരു ദക്ഷിണാമൂർത്തിയുടെ സ്ഫൂർത്തിയാണോ, ഏതൊരു ദക്ഷിണാമൂർത്തിയുടെ സ്ഫുരണമാണോ ഈ കാണുന്ന നാനാ നാമരൂപാത്മകമായ അസത് പദാർത്ഥങ്ങളായി കാണപ്പെടുന്നത്. അപ്പൊ ഈ അസത്തുക്കളായിരിക്കുന്ന എല്ലാറ്റിനും സത്യത്വം കൊടുക്കുന്നത് ആരാണ്? ഈ ദക്ഷിണാമൂർത്തിയാണ്. നമ്മളിപ്പോൾ ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കുന്ന ആ സത്യമാണ്, ആ പരബ്രഹ്മ സ്വരൂപമാണ്.
ദക്ഷിണാമൂർത്തി എന്ന് നമ്മൾ ഇവിടെ ഈ സ്തോത്രത്തിൽ നമ്മൾ ആ വസ്തുവിന് പേര് കൽപ്പിച്ച് വിളിക്കുന്നു, അങ്ങനെ നമസ്കരിക്കുന്നു. എനിക്ക് ഗുരുവായിരുന്നു കൊണ്ട് എന്നെ ഉപദേശം ചെയ്യുന്നതായിട്ടുള്ള ആ സാക്ഷാൽ സദാശിവൻ തന്നെയാണ് ആ വസ്തു, ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായിരിക്കുന്ന വസ്തു. അപ്പോൾ ഇവിടെ സദാത്മകം, സദാത്മകം സത്സ്വരൂപം. ഈ പ്രപഞ്ചം ഉണ്ടാവണമെങ്കിൽ, ഈ കാണുന്നതായിട്ടുള്ള എല്ലാം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മുമ്പില്ലായിരുന്നുവല്ലോ, മുമ്പിതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെ, അല്ലേ? അപ്പോൾ ഉണ്ടാവണമെങ്കിൽ ഉള്ളതെന്തോ വേണം, ഉള്ളതെന്തോ വേണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇതൊന്നും ഉണ്ടാവില്ല. അതല്ലേ ലോജിക്ക്, അതല്ലേ ന്യായം, അല്ലേ? ശൂന്യതയിൽ നിന്ന് എന്തുണ്ടാവുള്ളൂ? ശൂന്യത മാത്രമേ ഉണ്ടാവുള്ളൂ. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല, അല്ലേ? അപ്പൊ ശൂന്യത കുത്തിയിട്ടാൽ എന്ത് മുളയ്ക്കും? ശൂന്യത മാത്രമേ മുളയ്ക്കുള്ളൂ. മനസ്സിലാവുണ്ടോ? അപ്പൊ ശൂന്യതയിൽ നിന്നല്ല ഇവിടെ എല്ലാം ഉണ്ടായത്. പിന്നെയോ ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ ഇതെല്ലാം മുമ്പുണ്ടായിരുന്നില്ല എന്നതും എനിക്ക് ഉറപ്പാണ്. ഇതൊക്കെ ഉണ്ടായതാണ് എന്നും എനിക്കറിയാം. എല്ലാറ്റിനും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് ഉണ്ട്. മതി, ഇനി ഈ വ്യവഹാരം ഇവിടെ നിർത്താമേ. ചന്ദ്രികാമ്മേ, ഇത് വിസ്തരിക്കേണ്ട. എന്നാൽ പിന്നെ ഞാൻ ക്ലാസ് നിർത്താം. നിങ്ങളുടെ പ്രശ്നം അത് പ്രശ്നം തന്നെയാണ്, അത് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. ഇനി വിസ്താരം വേണ്ട. ആരും ഇതുപോലെയുള്ള പരിപാടികളും കൊണ്ട് ക്ലാസ്സിൻ്റെ ഇടയിൽ വരരുത് പ്ലീസ്. പിന്നെ ഇത്രയും ഗഹനമായിട്ടുള്ള ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൻ്റെ ഗൗരവം പോകും. പിന്നെ നിങ്ങൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓരോരുത്തരും അതിന് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണു, റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കണു. പ്ലീസ്, എൻ്റെ അപേക്ഷയാണ്. നാളെയും ഇതുപോലുള്ളതൊന്നും വേണ്ട. നമുക്ക് ക്ലാസ്സിനെ സംബന്ധിച്ചതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ക്ലാസ്സുകളിൽ കമൻ്റ് ഇടാൻ പാടുള്ളൂ. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായ സന്തോഷം പ്രകടിപ്പിക്കാം. അത് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദ്യരൂപത്തിൽ അവതരിപ്പിക്കാം. എല്ലാം ചെയ്യാം. പ്ലീസ്, നിങ്ങളുടെ പ്രശ്നത്തോട് നമ്മളും കൂടെ നിൽക്കുന്നു. തീർച്ചയായിട്ടും പ്രശ്നം തന്നെയാണ്. വി ആർ വിത്ത് യു, വി ആർ പ്രേയിങ് ഫോർ യു. നാരായണ, ചോദിക്കണ്ട. ഇവിടെ ചോദിച്ചാൽ ഇവിടെ പറയാൻ പാടില്ല. ദിസ് പ്ലാറ്റ്ഫോം ഈസ് നോട്ട് ഫോർ യുവർ പേഴ്സണൽ വ്യവഹാരാസ്. മനസ്സിലാവുണ്ടോ? ദിസ് ഇസ് എ പ്ലാറ്റ്ഫോം ക്രിയേറ്റഡ് ഫോർ ദിസ് പർട്ടിക്കുലർ ക്ലാസ്. ഈ ഒരു ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന ക്ലാസ്സിന് വേണ്ടി മാത്രം നമ്മൾ തുറന്ന ഒരു വിൻഡോ ആണിത്. ഇവിടെ നടക്കുന്നത് ഇപ്പോഴത്തെ പ്രശ്നം ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന ഈ ക്ലാസ്, അതിനുവേണ്ടി മാത്രം തുറന്ന ഒരു വിൻഡോ. അതിലൂടെ നമ്മൾ അതിനെ മാത്രം നോക്കിക്കാണുക. ബാക്കി വിഷയങ്ങൾ നമുക്ക് സ്വൈരമായിട്ട് സമാധാനമായിട്ട് കാണാം. ഇത് ചർച്ച ചെയ്തുകൊണ്ട് തീരാനും പോകുന്നില്ല. അവനവൻ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ കാണണം. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. തീർച്ചയായിട്ടും അവനവൻ തന്നെ അതിന് ജാഗ്രതയോടുകൂടി ഇരുന്ന് പരിഹരിക്കണം. എന്താണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മരുന്നുകളെന്ന് വെച്ചാൽ അതും ശീലിച്ച് എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ പഥ്യങ്ങളൊക്കെ അനുസരിച്ച് ഭയപ്പെടാതെ വിചാരത്തോടെ ഭഗവാന്റെ സ്തോത്രങ്ങളും പാരായണങ്ങളും ചെയ്തുകൊണ്ട്, ഇനി ഒറ്റയ്ക്കാ താമസിക്കണം വെച്ചാൽ ഇവർ തനിയെ താമസിക്കണമല്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് അല്ലെങ്കിൽ വീട്ടിൽ പൂജയൊക്കെ ചെയ്യുക. അവനവൻ കുളിച്ചിട്ട് വേറെ ആരെയും ബാധിക്കുന്നില്ലല്ലോ. അവനവൻ ചെയ്തുകൊണ്ടിരുന്ന പൂജകളും ജപങ്ങളും ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല. അതാരാണെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നാമജപങ്ങൾ ചെയ്യാം. എന്തായാലും ചർച്ച ചെയ്തുകൊണ്ട് പരിഹാരം ആവുകയില്ല. വെറുതെ നമ്മളെയൊക്കെ ആ ദുഃഖം കൂടുതൽ വ്യാപിക്കും. അയ്യോ 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 എന്ന് പറഞ്ഞാൽ നമ്മളും ഇവിടെ സിമ്പതൈസ് ചെയ്യുമ്പോൾ ഞങ്ങളും ഡിപ്രഷനിലാവും.
ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും നമ്മളെ. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് അസുഖം വന്നാൽ ഞങ്ങൾക്കും അത് സങ്കടമാണ്, ഒരു ഡിപ്രഷനാണ്. അതിനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ആ ഡിപ്രഷൻ കൂടും, അത്രേ ഉള്ളൂ. സോ പ്ലീസ്, ഇനിയും ആരും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുകയാണ്. കാരണം പേഴ്സണലി നമുക്ക് വേണ്ടപ്പെട്ടവരോട് അറിയിക്കാം, അവരോട് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ആവശ്യപ്പെടാം. തീർച്ചയാണ്. നാരായണ. അപ്പോൾ ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ. അപ്പോൾ ഉള്ളതെന്തോ ഉണ്ടായിരുന്നു, അത് സമ്മതിച്ചേ മതിയാവൂ. എത്ര പണ്ഡിതനാണെങ്കിലും എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും നമ്മൾ പറയുന്ന ഭാഷയെ അംഗീകരിച്ചില്ലെങ്കിലും, നമ്മൾ ഇന്നതാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ലെങ്കിലും, നമ്മൾ പറയണു എല്ലാറ്റിനും മുമ്പുണ്ടായിരുന്ന ആ വസ്തുവിൻ്റെ പേരാണ് സത്യം, ബ്രഹ്മം എന്നൊക്കെ നമ്മൾ നമ്മുടെ ഭാഷയിൽ പറയുന്നു. അതിപ്പോൾ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കത് സമ്മതമല്ല എന്നാണെങ്കിൽ, ഓ വേണ്ട, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പദം പ്രയോഗിച്ചോളൂ, ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ പറയണത് എന്ന്. നിങ്ങൾക്കല്ലേ നമ്മൾ പറയുന്നത് മനസ്സിലാവാത്തതുള്ളൂ. നിങ്ങൾ ഏത് പദം പ്രയോഗിച്ചാലും ആ സത്യത്തെയാണ് ആ പദം ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഭാരതീയരായിട്ടുള്ള ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഋഷിമാർ ഞങ്ങളെ ആ സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. ഏകം സത്ത് വിപ്രാഹ ബഹുധാ വദന്തി. ഏകം സത്ത് വിപ്രാഹ ബഹുധാ വദന്തി. ഏകമായ ആ സത്തിനെ, ഏകമായ ആ പരമസത്യത്തെ വിപ്രാഹ, വിപ്രന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ഡിതന്മാർ എന്നർത്ഥത്തിലാണ്. പല ദാർശനികന്മാർ, പല തത്വജ്ഞാനികൾ, പല സത്യാന്വേഷികൾ ബഹുധാ വദന്തി. അതിനെ പല പേരിൽ പല പ്രകാരത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. വി നോ ദാറ്റ് ട്രൂത്ത് ഈസ് വൺ. ഏകം സത്ത്, that absolute reality, you may call it in any name as you wish. ഏത് പേരിൽ വേണമെങ്കിൽ വിളിച്ചോളൂ. ഞങ്ങൾ സത്യമെന്നും ബ്രഹ്മമെന്നും വ്യവഹരിക്കുന്നു. അതിന് പിന്നീട് ഞങ്ങൾ ഈശ്വരൻ എന്നുള്ള പദവി ചാർത്തിക്കൊടുക്കുന്നു. ആ ഈശ്വരന് പിന്നെ ഞങ്ങൾ പല കളറുകൾ ചേർക്കുന്നു, പല അവയവങ്ങൾ ഞങ്ങൾ സങ്കല്പിക്കുന്നു. എന്നിട്ട് ശിവനെന്നും വിഷ്ണുവെന്നും മഹാഗണപതി എന്നും സുബ്രഹ്മണ്യനെന്നും ദേവിയെന്നും ഞങ്ങൾ പല പല ഭാവങ്ങളെ ഞങ്ങൾ അതിന് അഡീഷണലായിട്ട് കൽപ്പിക്കുന്നു. അത് ഞങ്ങളുടെ ഭാവനയാണ്, ഞങ്ങളുടെ സങ്കല്പമാണ്, ഞങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്കറിയാം ആ സത്യം ഒന്നാണെന്ന്. ഏകം സത്ത് ബഹുധാ വിപ്രാഹ ബഹുധാ വദന്തി. അപ്പോൾ മുമ്പ് എന്തോ ഒന്നുണ്ടായിരിക്കണം, ഉണ്ടാവാതെ വഴിയില്ല. ഇവിടെ ആരോ എഴുതി, കാരണമില്ലാതെ കാര്യമുണ്ടാകില്ല, അത്രേ ഉള്ളൂ. വിതൗട്ട് എ കോസ് ദർ വിൽ ബി നോ ഇഫക്റ്റ്. ആ കോസ് ഇല്ലാതെ ഇഫക്റ്റ് ഇല്ല, കാരണമില്ലാതെ കാര്യം ഇല്ല. ഇത് ലോജിക്കാണ്, ഇതാണ് ലോജിക്ക്. ഇത് സമ്മതിക്കാത്തവൻ ഒരു ലോജിക്ക് ഉള്ളവനല്ല, കോമൺ സെൻസ് ഉള്ളവനല്ല. ഈ ലോജിക്ക് സമ്മതിക്കാത്തവൻ കോമൺ സെൻസ് ഇല്ലാത്ത കൂട്ടത്തിലാണ്. ഏത് കാര്യത്തിനും കാരണം ഉണ്ടായിരിക്കണം. any effect you see, there must be a cause. ഉറപ്പാണ്. അത് സമ്മതിക്കാത്തവനെ നമ്മൾ എന്താ പറയുക, പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഏതോ കുഴപ്പക്കാരനാണ്, സംതിങ് റോങ് വിത്ത് ഹിം, സോ സിമ്പത്തൈസ് ചെയ്യാം നമുക്ക്, അത്രേ നിവൃത്തിയുള്ളൂ. നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണില്ലെങ്കിൽ, നമ്മുടെ ലോജിക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് അവരോട് സിമ്പത്തൈസ് ചെയ്യാം. അപ്പം ഈ പരമകാരണം, ഒന്നുമില്ലായ്മയിൽ ഉണ്ടായിരുന്ന കാരണം, അതിനെയാണ് സത്ത് എന്ന് വേദം പറയുന്നത്.
സദേവ സൗമ്യ ഇതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ആ സത്ത് മാത്രമേ പുത്ര മോനെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഏകവും അദ്വിതീയവുമായ ആ ബ്രഹ്മം എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. ബ്രഹ്മം എന്നത് ഒരു പേരൊന്നുമല്ല, ബ്രഹ്മം എന്നുള്ളത് ഒരു വിശേഷണമാണ്. എന്നാൽ വിശേഷണത്തെ തന്നെ നമ്മൾ പേരായിട്ട് ഉപയോഗിക്കുന്നു. ബ്രഹ്മം എന്നാൽ എന്താ അർത്ഥം? വലുത് എന്നാണ് അർത്ഥം. അപ്പോൾ വലുത് എന്ന് നമ്മൾ സാധാരണ പറയുക വിശേഷണമായിട്ടല്ലേ, ഒരു അഡ്ജക്റ്റീവ് വേർഡല്ലേ വലുത് എന്നുള്ളത്. ബിഗ് എന്നുള്ളത് വെറുതെ നിങ്ങൾ ബിഗ് എന്ന് മാത്രം പറഞ്ഞാൽ പിന്നെ ഉടനെ ചോദ്യം ഉണ്ടാവും, വാട്ട്സ് ദാറ്റ്? എന്താണ്, എന്തിനെക്കുറിച്ചാണ് ഈ ബിഗ് എന്ന് പറഞ്ഞത്? അപ്പോൾ എന്താണെന്ന് പറയാതെ വെറുതെ ബിഗ് ബിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ഉടനെ എന്താണ് ബിഗ്? ഒരു ബിഗ് ആൻറ്റ്, ബിഗ് എലഫൻറ്റ്, ബിഗ് ബുള്ള്, ബിഗ് മാന് എന്ന് നമ്മൾ ചോദിക്കും അല്ലേ? എന്തെങ്കിലും നാമം ചേർത്ത് അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നാമത്തെ വിശേഷിപ്പിക്കാനായിട്ടാണ് നമ്മൾ വിശേഷണങ്ങൾ, അഡ്ജക്റ്റീവ്സ് പ്രയോഗിക്കുന്നത്. അങ്ങനെയുള്ള അഡ്ജക്റ്റീവിൻ്റെ ഒരു ഭാഷയാണ് ഇത് ബ്രഹ്മം എന്നുള്ളത്. എന്നാൽ അത് ഒരേ സമയം അഡ്ജക്റ്റീവുമാണ്, നൗണുമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ആ ബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരം എന്ന് നമ്മൾ നമസ്കരിക്കുമ്പോൾ അവിടെ നൗണായിട്ട് തന്നെ നമ്മൾ നമസ്കരിക്കുന്നു. ബ്രഹ്മണേ നമഃ, തസ്മൈ ബ്രഹ്മണേ നമഃ, ആ ബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ അഡ്ജക്റ്റീവിനെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി നൗണാക്കി. കാരണം ഏതെങ്കിലും ഒരു നൗൺ പ്രയോഗിച്ചാൽ പരിമിതമായി പോവും. ഏത് പേരും നമ്മൾ ഏതെങ്കിലും ഒരു പരിമിതമായ വസ്തുവിനാണ് ചാർത്തി കൊടുക്കുന്നത്. അപ്പോൾ പരിമിതമായ വസ്തുവിന് അതിൻ്റെ രൂപത്തിന്, അതിൻ്റെ ഗുണത്തിന്, അതിൻ്റെ കർമ്മത്തിന് ഒക്കെ അനുസരിച്ച് അല്ലേ, അതിന് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിന് ഒക്കെ അനുസരിച്ച് നമ്മൾ നാമങ്ങൾ ചാർത്തി കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ വിഷ്ണു സഹസ്രനാമം എടുത്തു നോക്കിയാൽ, ശിവസഹസ്രനാമം എടുത്തു നോക്കിയാൽ, ലളിതാ സഹസ്രനാമം ഒക്കെ എടുത്തു നോക്കിയാൽ ഏത് സഹസ്രനാമത്തിലും എന്തൊക്കെ കാണാം? ആ നമ്മൾ വർണ്ണിക്കുന്ന ദേവന്റെ, ദേവിയുടെ ഗുണങ്ങളെ വർണ്ണിക്കുന്ന നാമങ്ങളുണ്ട്. അപ്പം ഇന്ന ഗുണമുള്ളവൻ എന്ന് ആ നാമം, ഇന്ന സൗന്ദര്യമുള്ളവൻ അല്ലേ, താമരക്കണ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു താമര പോലെ കണ്ണുള്ളവൻ എന്നായി ഒരു വിശേഷണം, അല്ലെങ്കിൽ ഒരു രൂപം, ഒരു ഗുണമാണത്. 4 കൈയുള്ളവൻ, കയ്യിൽ ഇന്നതൊക്കെ ധരിച്ചവൻ, നീലവർണ്ണമുള്ളവൻ, കിരീടം ധരിച്ചവൻ, വനമാല ധരിച്ചവൻ, കൗസ്തുഭം ധരിച്ചവൻ, ശ്രീവത്സം ധരിച്ചവൻ, ലക്ഷ്മീദേവിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരു ബന്ധം സൂചിപ്പിക്കുകയാണ്. ഇന്നാളുടെ മകൻ എന്ന് പറയുമ്പോൾ വസുദേവപുത്രൻ, ദേവകി നന്ദനൻ, യശോദ നന്ദനൻ എന്നൊക്കെ പറയുമ്പോൾ ആളുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്ന നാമങ്ങളാണ്. കംസാരി എന്ന് പറയുമ്പോൾ അയാൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടുണ്ടായ നാമമാണ്. മധുസൂദനൻ അല്ലെ, കൈടഭാരി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചെയ്ത കർമ്മത്തെ സൂചിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ കർമ്മം കൊണ്ടോ ആളുകളുമായിട്ടുള്ള ബന്ധം കൊണ്ടോ തൻ്റെ സ്വന്തം ഗുണം കൊണ്ടോ തൻ്റെ രൂപത്തിൻ്റെ സവിശേഷതകളെ കൊണ്ടോ ഒക്കെ ഓരോരുത്തർക്കും ഓരോ നാമങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ നാമം കേൾക്കുമ്പോൾ നമ്മൾക്ക് ആ രൂപം ഓർമ്മ വരുന്നു, ആ പ്രത്യേകമായിട്ടുള്ള സവിശേഷത ഓർമ്മ വരുന്നു. എന്നാൽ ബ്രഹ്മം എന്നുള്ളത് അതുപോലെ ഒന്നുള്ളതല്ല. അത് ഒരേ സമയം വിശേഷണമാണ്, അതേസമയം നാമവുമാണ്. ഈ ഒരു പദം കൊണ്ടേ ആ വസ്തുവിനെ വിശേഷിപ്പിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പദം തിരഞ്ഞെടുത്തതാണ് നമ്മുടെ മുത്തശ്ശന്മാര്. ഋഷീശ്വരന്മാരാകുന്ന നമ്മുടെ മുത്തശ്ശന്മാർ എല്ലാ കാര്യത്തിലും നല്ല പ്രിസൈസ് ആയിട്ടുള്ള പദങ്ങളാണ് പ്രയോഗിക്കുക. അവരുടെ ആ പ്രിസിഷൻ എന്നുള്ളത് വളരെ കൃത്യമാണ്. ഓരോന്നിനും തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള പദങ്ങൾ, അതിനെ മാറ്റി വേറൊരു പദം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല. അവർ പറഞ്ഞ ഈ ബ്രഹ്മം എന്നുള്ള പദത്തിന് പകരം മറ്റൊരു പദം വെച്ചാൽ അതൊക്കെ പരിമിതമായ പദങ്ങളായി മാറും, കണ്ടീഷൻഡായി മാറും.
ആ പറയപ്പെടുന്ന സത്യത്തിനെ കണ്ടീഷൻ ചെയ്യുന്നതായിരിക്കും മറ്റ് പദങ്ങളെല്ലാം തന്നെ. ഇവിടെയാണ് ഒരു അൺകണ്ടീഷണൽ ആയിരിക്കുന്ന ഒരു പദം പ്രയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ബ്രഹ്മം എന്ന പദത്തിൻ്റെ ഉള്ളിലേക്ക് എല്ലാറ്റിനെയും കൊണ്ടുവരാം, അതിൽ ഉൾപ്പെടാത്തതായിട്ട് ഒന്നുമില്ല എന്നർത്ഥം. സോ ആൾ ഇൻക്ലൂസീവ് ആയിരിക്കുന്ന ഒരു ഭാവമാണ് ബ്രഹ്മം എന്നുള്ളത്. അതിന് പകരം വയ്ക്കാൻ മറ്റൊരു പദം ഇല്ല. ബാക്കി നിങ്ങൾ എന്ത് പദം വെച്ചാലും അതിനെ മറിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട് നമുക്ക്. ഏത് പേര് വിളിച്ചാലും അപ്പോൾ ആ പേരിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ളത് അല്ലാത്തവനായി മാറും ആര്? ബ്രഹ്മം, ഈശ്വരൻ, അല്ലെങ്കിൽ ആ പറഞ്ഞ തത്വം, ആ സത്യം. അപ്പം ആ പേര് കൊണ്ട് ലിമിറ്റ് ചെയ്തു, ആ പേരിനാൽ മാത്രം വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുവായി മാറും. അതിൽ നിന്ന് അപ്പുറത്തും ഇപ്പുറത്തുള്ളതായിട്ടുള്ള സാധനത്തേക്ക് അത് എക്സ്ക്ലൂഡ് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതാണ് നമ്മുടെ മുത്തശ്ശന്മാരുടെ ബുദ്ധി. അവർ ഒന്നിനെയും പുറത്താക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാറ്റിനെയും ഉള്ളിലാക്കിക്കൊണ്ടുള്ളൊരു പ്രയോഗമാണ് ചെയ്തത് ബ്രഹ്മം എന്ന്. ഒരേ സമയം ഒരു വിശേഷണ പദമാണെങ്കിലും അതിനെ നാമമാക്കി ചെയ്തു. അവർ വിശേഷണത്തെ നാമമാക്കി ചെയ്തു. അപ്പം അതിലെല്ലാ സാധ്യതകളും പെട്ടു. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചോദിക്കുക, അത് അതിൽ പെടുമോ എന്ന് ചോദിച്ചാൽ പെടുന്ന ഉറപ്പിച്ച് പറയാൻ പറ്റും. അതും ഇതിൽ നിന്ന് ഉണ്ടായതാണെന്ന്, അതും ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണെന്ന്, അതും ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യലാണെന്ന്, ഇതിൻ്റെ ഒരു ഭാവമാണെന്ന് എന്ന് പറയാൻ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരേ ഒരു പദമേ ഉള്ളൂ, അതാണ് ബ്രഹ്മം. അപ്പോൾ നമ്മളതിനെ ആ പേര് വിളിച്ചു. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർ. ബാക്കി ഓരോരുത്തരും അതിന് പല പേരുകൾ വിളിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു വസ്തു ആദിയിൽ ഉണ്ടായിരുന്നിരിക്കണം. അതിനെയാണ് സത്ത് എന്ന് പറയുന്നത്. ആ സത്ത് തന്നെയാണ് പിന്നീട് ഈ കാണുന്ന അസത്തുക്കളായി മാറിയിരിക്കുന്നത്. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നർത്ഥമില്ല. സത്ത് എന്നേ ഉള്ളൂ, സത്തല്ല എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ സത്ത് എന്നുള്ളതിന് ഒരു നിർവചനമുണ്ട്. സത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉള്ളത്. ത്രികാല അബാധിതം വസ്തു. ത്രികാല അബാധിതം വസ്തു സത്ത്. 3 കാലത്തും യാതൊരു ബാധയുമില്ലാത്തത്, ഒന്നിനാലും നെഗേറ്റ് ചെയ്യാൻ പറ്റാത്തത്, അതിൻ്റെ ഉണ്മയെ ചോദ്യം ചെയ്യാൻ പറ്റാത്തത്. അതുണ്ടോ എന്ന് ചോദിച്ചാൽ, ഭൂതത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു തന്നെ. ഇപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് തന്നെ. നാളെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും തന്നെ. ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിനെയാണ് എന്ത് പറയുക? സത്തെന്നും സത്യമെന്നും നമ്മുടെ ശാസ്ത്രങ്ങൾ വ്യവഹരിക്കുന്നത്. ഉപനിഷത്തുക്കളിലെ സത്യം എന്ന് പറയുന്നത് ഈ സത്യത്തെയാണ്. മറ്റത് സത്യം പറയണം എന്ന് പറയുമ്പോൾ അവിടെ സത്യം വദ എന്ന് പറയുമ്പോൾ യഥാർത്ഥമായതിനെ പറയുക എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. അവിടുത്തെ സത്യം വ്യാവഹാരിക സത്യമാണ്. ഇവിടുത്തെ ഉപനിഷത്തിൽ ഈ പരമവസ്തുവിനെ സൂചിപ്പിക്കുന്ന സത്യം എന്നുള്ളത് പാരമാർത്ഥിക സത്യം, ദ അബ്സല്യൂട്ട് ട്രൂത്ത്, ദ അബ്സല്യൂട്ട് റിയാലിറ്റി. മറ്റത് നമ്മുടെ ട്രാൻസാക്ഷണൽ റിയാലിറ്റിയെക്കുറിച്ചാണ് സത്യം വദ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടത് മാത്രം പറയൂ, യഥാർത്ഥ ഭാഷണം ചെയ്യൂ. നിങ്ങൾ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ നുണ പറയരുത് എന്ന് പറയുന്നത്. അവിടെ വ്യാവഹാരിക സത്യത്തെക്കുറിച്ചാണ് സത്യം വദ എന്ന് പറയുന്നത്. പാരമാർത്ഥികമായിട്ടുള്ളതിനെയാണ് ഉപനിഷത്തിൽ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്ന് പറയുമ്പോൾ അവിടുത്തെ സത്യം പരമാർത്ഥമായിട്ടുള്ള വസ്തു. അപ്പം അത് ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടുമില്ല, ഒരു കാലത്തും ഇല്ലാതാവുകയും ഇല്ല. അതിനെക്കുറിച്ചാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, നാസതോ വിദ്യതേ ഭാവഃ ന അഭാവോ വിദ്യതേ സതഃ. സതഃ അഭാവഃ ന വിദ്യതേ. സത്തിന്, ഉള്ളതിന്
മൂന്ന് കാലത്തും നശിക്കാത്ത ആ വസ്തുവിന് അഭാവഹ ന വിദ്യതേ, ഒരു കാലത്തും അഭാവം ഇല്ലായ്മ സംഭവിക്കുന്നില്ല. എല്ലാ കാലത്തും ഉള്ളതാണത് സത്ത്. ന അഭാവോ വിദ്യതേ സതഃ, എന്നാൽ ന സതോ വിദ്യതേ ഭാവഃ ന അസതഃ ഭാവഃ വിദ്യതേ. അസത്തിന് ഭാവം ന വിദ്യതേ, അസത്തിന് ഉണ്ടാവുക ഉണ്മ എന്നുള്ളതായിട്ടുള്ള അവസ്ഥ വാസ്തവത്തിലില്ല. അപ്പോൾ ഇതൊക്കെ കാണുന്നതോ? അപ്പോൾ നിങ്ങൾ അതിനെ എന്തിനാ അസത്തെന്നും പിന്നെ വിളിച്ചത്? അല്ലേ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചതിനെയാണ് അസത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ കൽപ്പിച്ച ആ രൂപവും നാമവും അതാണ് അസത്ത്. ആ രൂപത്തിനും നാമത്തിനും കാരണമായ വസ്തു അത് പണ്ടത്തെ സത്ത് തന്നെയാണ് അവിടെ ഉള്ളത്. മുമ്പുണ്ടായിരുന്ന സത്ത് തന്നെയാണ് ഇപ്പൊ പുതിയ രൂപത്തിലിരിക്കുമ്പോൾ നിങ്ങൾ പുതിയ നാമം കൽപ്പിച്ചു. അപ്പൊ നിങ്ങൾ കൽപ്പിച്ച നാമവും രൂപവും ശാശ്വതമല്ല. ആ രൂപം മാറും, അപ്പൊ നിങ്ങൾ നാമത്തെയും മാറ്റും. രൂപം മാറുന്നതിനനുസരിച്ച് നിങ്ങൾ നാമത്തെ മാറ്റും. അല്ലേ? മുമ്പുണ്ടായിരുന്ന മണ്ണ് അത് രൂപം മാറി പാത്രങ്ങളായപ്പോൾ നിങ്ങൾ പാത്രം എന്നതിന് പേര് കൊടുത്തു. കുടമെന്നും കലമെന്നും മൺകൊണ്ടുള്ളതായിട്ടുള്ള ചട്ടിയെന്നും ചീനച്ചട്ടിയെന്നും പല പേരുകൾ നിങ്ങൾ അതിന് വിളിച്ചു. അത് തന്നെ പിന്നീടും മണ്ണായി തീരും. അപ്പം അതിനെ നമ്മൾ ചട്ടിയെന്നും ചീനച്ചട്ടിയെന്നും വിളിക്കുമോ? അല്ലേ? ഒരു കൊശവൻ കുറേ മണ്ണ് കുഴച്ച് കുറേ പാത്രങ്ങൾ പച്ചയായിട്ട് ആദ്യം ഉണ്ടാക്കി, എന്നിട്ട് വെയിലത്ത് ഉണക്കാൻ വെച്ചു. രാവിലെ നിങ്ങൾ ആ വഴിക്ക് പോകുമ്പോൾ കുറേ മണ്ണ് കൂടി കിടക്കണ കണ്ടു, കുഴഞ്ഞു കിടക്കണു ഇങ്ങനെ മണ്ണ്. ആയി നല്ല മണ്ണ്, എത്രയാ മണ്ണ് എന്ന് നിങ്ങൾ കണ്ടിട്ട് പോയി. തിരിച്ച് നിങ്ങൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോണ്ട് മണ്ണൊന്നും കാണാനില്ല അവിടെ. പിന്നെന്താ ഉള്ളത് സ്ഥാനത്ത്? കുറേ പാത്രങ്ങൾ, പച്ചപ്പാത്രങ്ങൾ ഉണക്കാൻ വെച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾ എന്താ പറയണത് അതിനെ? ഓ, നല്ല നല്ല പാത്രങ്ങൾ. ആ മണ്ണ് എവിടെ പോയി ആവോ? മണ്ണ് കാണാനില്ല. നിറയെ മണ്ണ് കണ്ടതാ, അത് കാണാനില്ല. എന്തായാലും ഇപ്പോൾ പുതിയ പാത്രങ്ങൾ ഇവിടെ കാണുന്നു, നന്നായിട്ടുണ്ട് പച്ച പാത്രങ്ങൾ എന്നും പറഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം നിങ്ങൾ അതേ വഴിക്ക് തന്നെ പോകുമ്പോൾ ഉണ്ട് ഒരു കൂന മണ്ണ് അവിടെ കിടക്കണു. എന്താ കാരണം? ഇങ്ങേര് പാവം ഈ പച്ചപ്പാത്രങ്ങളൊക്കെ വെയിലത്തുണക്കാൻ വെച്ചതാണ്, കാറ്റും വെയിലും കൊണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പ്രതീക്ഷിക്കാതെ മഴക്കാലം അല്ലായിരുന്നു, എന്നിട്ടും രാത്രി ഒരു ഗംഭീരമായ മഴ പെയ്തു. ആ മഴ പെയ്ത് വെള്ളം വീണതായിട്ടുള്ള സമയത്ത് ഈ പാത്രങ്ങളൊക്കെ അലിഞ്ഞ് വീണ്ടും പഴയ മണ്ണായി. അപ്പം ഇങ്ങേരിത് തിരിച്ചു പിറ്റേ ദിവസം രാവിലെ കണ്ടപ്പോൾ, അയ്യോ ഇന്നലത്തെ പാത്രങ്ങളൊന്നും കാണാനില്ലല്ലോ, ഇതെന്തൊരു മാജിക്ക്. അതേ സ്ഥാനത്തിതാ ഇന്നലെ രാവിലെ കണ്ട മണ്ണ് തിരിച്ചു വന്നിരിക്കുന്നു. ഇല്ലേ? ഇങ്ങനെ സംഭവിച്ചൂടെ? അപ്പോൾ ഇത് എന്ത് സംഭവിച്ചു? മണ്ണ് പാത്രമായി, പാത്രം വീണ്ടും മണ്ണായി. അപ്പൊ ഇവിടെ എന്താ സത്ത്? ഏതാണ് സത്ത്, ഏതാണ് അസത്ത്? പാത്രമായിരുന്നപ്പോഴും എന്താണ് ഉണ്ടായിരുന്നത്? മണ്ണ് പാത്രത്തിന്റെ രൂപത്തിലിരുന്നപ്പോഴും മണ്ണ് മാത്രമായിരുന്നു. പക്ഷേ നിങ്ങൾ ചിന്തിച്ചില്ല, രാവിലെ കണ്ട മണ്ണാണ് ഇപ്പതാ ഈ ഷേപ്പിലിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. മണ്ണ് കാണാനില്ല, പകരം പാത്രം ഉണ്ടായിരിക്കണം. അയാൾ മണ്ണ് വിറ്റിട്ട് പാത്രം മേടിച്ചതായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ കുട്ടികൾ വിചാരിക്കും. അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന മണ്ണിനെ വിറ്റിട്ട് പകരം പാത്രം മേടിച്ചു. നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ചിലത് മാറ്റി എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കും. പഴയ പേപ്പർ കൊടുത്തിട്ട് പാത്രങ്ങൾ മേടിക്കും, പഴയ സാരികൾ കൊടുത്ത് പാത്രം മേടിക്കും, പുളുങ്കുരു കൊടുത്തിട്ട് പച്ചക്കറി മേടിക്കും. അല്ലേ? പണ്ടൊക്കെ അങ്ങനെ എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. വീട്ടിലുള്ള ചാരം എടുത്തുകൊണ്ട് പോകാൻ ആൾ വരും, ആ ചാരത്തിന് പകരം
എന്തെങ്കിലും സാധനം തരും. അങ്ങനെ അതുപോലെ സംഭവിച്ചതാണെന്ന് മൂഢന്മാർക്ക്, കുട്ടികൾക്ക്, ബാലന്മാർക്കൊക്കെ ധരിക്കാം. എന്നാൽ അറിയുന്നവർക്കറിയാം എന്താണ് രാവിലെ കണ്ട മണ്ണ് തന്നെയാണ് വൈകുന്നേരം പാത്രമായതും പിറ്റേ ദിവസം അതുതന്നെയാണ് വീണ്ടും മണ്ണായതും. അപ്പം ഇവിടെ സത്യമായിരിക്കുന്നത് എന്താണ്? മൃത്തികേത്യവ സത്യം വാചാലംബനം വികാരോ നാമധേയഃ. ഉപനിഷത്ത് പറഞ്ഞു തരണു, ആ മണ്ണിൻ്റെ വികാരങ്ങളായ പാത്രങ്ങളെല്ലാം വെറും വാക്കിന് ആലംബനം മാത്രമാണ്. നമ്മൾക്ക് പ്രയോജനത്തിനായിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു ആ വാക്കുകളെ. മണ്ണ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം നമുക്ക് വേണ്ടത് ചീനച്ചട്ടിയാണ്, അല്ലെങ്കിൽ കുടമാണ്. അതിൻ്റെ പർപ്പസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെള്ളമെടുത്ത് വെക്കണമെങ്കിൽ കുടം വേണം, എന്തെങ്കിലും വറക്കണമെങ്കിൽ ചീനച്ചട്ടി വേണം, എന്തെങ്കിലും വേവിക്കണമെങ്കിൽ കലം വേണം, വിളക്ക് കത്തിക്കണമെങ്കിൽ ചിരാത് വേണം. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം പേരിട്ട് വ്യവഹരിച്ചു. അതൊക്കെ എന്താണ്? മണ്ണിനെ തന്നെ നമ്മൾ കൽപ്പിച്ച പേരാണ്. വാചാലംബനം, വാക്കിന് ആലംബനം മാത്രം. വികാരഃ നാമധേയഃ, ഈ നാമധേയങ്ങൾ, വികാരങ്ങളെല്ലാം വാക്കിന് ആലംബനം. വസ്തു പഴയത് തന്നെയാണ്, മണ്ണ് തന്നെയാണ്. മൃത്തിക ഇത്യവ സത്യം, മൃത്തിക മാത്രമാണ് സത്യം, മണ്ണ് മാത്രമാണ് സത്യം. ഇത് തത്വമസി മഹാവാക്യം പറഞ്ഞ ഉപനിഷത്തിലെ വചനങ്ങളാണ്. ശ്വേതകേതുവിനായിക്കൊണ്ട് ഉദ്ദാലകൻ എന്ന ഗുരു അച്ഛൻ പറഞ്ഞുകൊടുത്ത കഥയാണ്, ഞാനുണ്ടാക്കിയ കഥയൊന്നുമല്ല. നമുക്ക് ഇതുപോലെയുള്ള കഥകൾ നാളെ വീണ്ടും കാണാം. എന്തായാലും സമയം വൈകി. അപ്പോൾ സത്യത്തെക്കുറിച്ച് ചിന്തിക്കുക. എന്താണ് സത്യം എന്ന്? സദാത്മകം, ആ സത്സ്വരൂപമായിരുന്നത് അത് തന്നെയാണ് ഈ കാണുന്ന കൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള നാമരൂപങ്ങൾ. അസത് കൽപ്പാർത്ഥകം ഭാസത്തെ. നാളെ തുടരാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. 11 മണിക്ക് കാണാം. ഹരി ഓം.